ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പങ്കെടുക്കും. സംഗമ പരിപാടിയിലേക്ക് പ്രതിനിധിയെ അയക്കാൻ സംഘടന തീരുമാനിച്ചു. രാഷ്ട്രീയക്കാരെ പരിപാടിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന NSS ആവശ്യം അംഗീകരിച്ചതിനെ തുടർന്നാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചതെന്ന് സംഘടന വ്യക്തമാക്കി. സംഗമത്തോട് തുടക്കം മുതൽ അനുകൂല നിലപാടാണ് സ്വീകരിച്ചത്. വിവാദങ്ങൾ ഉയർന്നപ്പോൾ വിശദീകരണക്കുറിപ്പ് പുറത്തിറക്കിയെങ്കിലും തള്ളിപ്പറഞ്ഞിരുന്നില്ല. ഇതിന് പിന്നാലെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് പ്രതിനിധിയെ അയക്കാൻ സുകുമാരൻ നായർ തയ്യാറാകുന്നത്. NSSന് പുറമെ SNDPയും സംഗമത്തിന് പിന്തുണ അറിയിച്ചിരുന്നു. എന്നാൽ സംഗമത്തിനെതിരായ നിലപാടാണ് കോൺഗ്രസും BJPയും സ്വീകരിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20-ന് പമ്പാ തീരത്ത് സംഘടിപ്പിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചത്. വിവിധ രാജ്യങ്ങളിൽ നിന്നായി 3000 പ്രതിനിധികൾ അണിചേരും. കേന്ദ്രമന്ത്രിമാർ, മറ്റ് സംസ്ഥാന മുഖ്യമന്ത്രിമാരടക്കം പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ച് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. ശബരിമലയുടെ പ്രശസ്തി വ്യാപിപ്പിച്ച് ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. ലോകമെങ്ങുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള അവസരമാണിതെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ കീഴിൽ പ്രധാന സ്വാഗത സംഘം ഓഫീസ് തുറക്കും. പമ്പ, പെരുന്നാട്, സീതത്തോട് എന്നിവിടങ്ങളിലും സ്വാഗത സംഘം ഓഫീസ് ഉണ്ടാകും. പ്രതിനിധികളെ സ്വീകരിക്കാൻ KSRTC സൗകര്യം ഏർപ്പെടുത്തും. പ്രതിനിധികൾക്ക് ദർശനത്തിനുള്ള അവസരമൊരുക്കും. പമ്പയിലടക്കമുള്ള ആശുപത്രികളിൽ ആധുനിക ചികിത്സാ സൗകര്യം ഉറപ്പാക്കും. 1300 കോടിയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി. 2028-ൽ ശബരിമല വിമാനത്താവളം കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശം. വിവിധ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതായി മന്ത്രി അറിയിച്ചു. ശബരിമല ചരിത്രത്തിലെ പുതിയ അധ്യായമാകും ആഗോള അയ്യപ്പ സംഗമമെന്ന് KU ജനീഷ് കുമാർ MLAയും പറഞ്ഞു. ഓരോ വർഷവും ശബരിമലയിൽ എത്തുന്ന ഭക്തരുടെ എണ്ണം വർദ്ധിക്കുകയാണെന്നും അയ്യപ്പ സംഗമത്തിലൂടെ പ്രസക്തി കൂടുതൽ ഉയരുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം അയ്യപ്പ സംഗമം ഭൂരിപക്ഷ പ്രീണനമാണെന്ന വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉയർത്തിയത്. അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്ന് ആരോപിച്ച് BJPയും രംഗത്ത് വന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ളതാണെന്നും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് സംഗമം സംഘടിപ്പിക്കുന്നത് രാഷ്ട്രീയ നാടകമാണെന്നുമാണ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഇതിനിടെ ശബരിമലയിൽ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും. M നന്ദകുമാർ, VC അജികുമാർ എന്നീ വ്യക്തികളാണ് ഹർജി നൽകിയത്. അയ്യപ്പ സംഗമം ഹൈന്ദവ ആരാധനാലയ നിയമത്തിന്റെ ലംഘനമാണെന്നും അയ്യപ്പ സംഗമത്തിലൂടെ സർക്കാർ മതേതരത്വ കടമകളിൽ നിന്ന് മാറുന്നുവെന്നുമാണ് ഹർജിക്കാരുടെ വാദം. ദേവസ്വം ബോർഡ് അധികാരപരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നുവെന്ന ആരോപണവും ഹർജിയിലുണ്ട്. അയ്യപ്പ സംഗമത്തിനൊപ്പം ആഗോള ക്രിസ്ത്യൻ സംഗമം നടത്തണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം സംഗമത്തെ അനുകൂലിച്ച് NSSും SNDPയും പിന്തുണ അറിയിച്ചതോടെ എതിർപ്പ് മയപ്പെടുത്തുകയാണ് BJP. തെരഞ്ഞെടുപ്പ് നാടകമെന്നും ശബരിമലയിലെ ആചാരങ്ങളെ തകർക്കാനുള്ള സർക്കാരിന്റെ കടന്നുകയറ്റമെന്നും കുറ്റപ്പെടുത്തിയ BJP നിലവിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി സർക്കാരും ദേവസ്വം ബോർഡും മാനിക്കണം എന്ന അഭിപ്രായത്തിലാണ്. ശബരിമലയുടെ വികസനമടക്കം മുൻനിർത്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചായിരിക്കുമെന്നും കേന്ദ്രമന്ത്രിമാരെ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെ അറിയിച്ചതോടെ വിശ്വാസികൾ ഏറെ പങ്കെടുക്കുന്ന പരിപാടിയെ എതിർക്കുന്നത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക BJPക്കുണ്ട്. ഇതോടെ ജാഗ്രതയോടെ മാത്രമേ അഭിപ്രായം പറയാവൂ എന്ന നിലപാടാണ് പാർട്ടി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനിടെ അയ്യപ്പന്മാരെ ദ്രോഹിച്ച ചരിത്രമാണ് സർക്കാരിനുള്ളതെന്നും ആഗോള അയ്യപ്പ സംഗമം ശബരിമലയിൽ സർക്കാരിന്റെ പ്രായശ്ചിത്തമാണെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാനില്ല. ഈശ്വരവിശ്വാസികളായ സംഘടനകൾ പിന്തുണ നൽകുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധിക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയ്യപ്പ സംഗമം നല്ലതാണെന്നായിരുന്നു SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. നല്ല ഉദ്ദേശത്തോടെയുള്ള പരിപാടിയിൽ രാഷ്ട്രീയം കലർത്തുന്നതിൽ ദേവസ്വം ബോർഡിന് അതൃപ്തിയുണ്ട്.